നമസ്കാരം. ജനസേവ 2.0 യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ. KSEBയിൽ 10ാം ക്ലാസ് തോറ്റവർക്ക് ഇനി നിയമനമില്ല. അടിസ്ഥാന തസ്തികകളിൽ കുറഞ്ഞ യോഗ്യത 10ാം ക്ലാസ്സും ITIയും. 10ാം ക്ലാസ് പരാജയപ്പെട്ടവർക്ക് ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന തസ്തികകളിരിക്കുന്നു എന്ന പരാതി മാറ്റാൻ KSEB 10ാം ക്ലാസ് പരാജയപ്പെട്ടവർക്ക് മാത്രം പരീക്ഷ എഴുതാവുന്ന തസ്തികകൾ KSEBയിൽ ഇനി ഉണ്ടാകുകയില്ല. അടിസ്ഥാന തസ്തികയുടെ കുറഞ്ഞ യോഗ്യത 10ാം ക്ലാസ്സും ITIയുമായി പരിഷ്കരിക്കും. ഇവയുൾപ്പെടെയുള്ള KSEBയിലെ എല്ലാ തസ്തികകളും പൊളിച്ചെഴുതുന്ന സ്പെഷ്യൽ റോളിന് PSC 3 മാസത്തിനകം അംഗീകാരം നൽകുമെന്നാണ് പ്രതീക്ഷ. സ്പെഷ്യൽ റോളിന് അംഗീകാരം ലഭിച്ച ശേഷം നിയമനം നേടുന്നവർക്ക് മാത്രമായിരിക്കും ഇവ ബാധകം. വൈദ്യുതി മേഖലയിലെ അപകടങ്ങൾ കുറയ്ക്കുവാൻ സാങ്കേതികമായി അറിവുള്ളവരെ മാത്രം നിയമിക്കണമെന്ന കേന്ദ്ര വൈദ്യുതി അതോറിറ്റിയുടെ നിർദ്ദേശവും KSEB മുൻപ് നടത്തിയ പഠനങ്ങളും അടിസ്ഥാനമാക്കിയാണ് സ്പെഷ്യൽ റോളിൽ തസ്തികകൾ പുനർനിർണ്ണയിക്കുന്നത്. ഇനി മുതൽ PSC വഴി നിയമനം ലഭിക്കുന്നവർ ഭാവിയിലെ സ്ഥാനക്കയറ്റം നേടി ചീഫ് എഞ്ചിനീയർ തസ്തിക വരെ എത്തുമ്പോൾ അതുവരെയുള്ള എല്ലാ തസ്തികകളുടെയും പേരും ചുമതലകളും മാറും. തസ്തികകളുടെ എണ്ണം കുറയ്ക്കുന്നതിനാൽ ജീവനക്കാരെ കൂടുതൽ ഫലപ്രദമായി ഉപയോഗിക്കുവാനും വ്യത്യസ്ത ചുമതലകൾ നൽകും. ഉദാഹരണത്തിന് ഡ്രൈവർമാർക്ക് ആ ജോലി ഇല്ലാത്തപ്പോൾ ഓഫീസ് അറ്റൻഡർ അല്ലെങ്കിൽ സമാനമായ മറ്റു ജോലികൾ ചെയ്യേണ്ടി വരും. ജീവനക്കാർക്ക് സേവനകാലം പരിഗണിച്ച് കുറഞ്ഞത് 3 ഗ്രേഡ് പ്രൊമോഷൻ ഉറപ്പാക്കുമെങ്കിലും യോഗ്യത അനുസരിച്ച് പരമാവധി പ്രൊമോഷൻ ലഭിക്കാവുന്ന ഗ്രേഡ് നിശ്ചയിക്കും. താഴെത്തട്ടിൽ ജീവനക്കാരില്ല. നിലവിൽ KSEBയിലെ മത്സൂർ തസ്തികയിൽ ജീവനക്കാരുടെ എണ്ണം തീരെ കുറവാണ്. 2013 ശേഷം ജോലിയിൽ പ്രവേശിക്കുക മാത്രമാണ് ഈ തസ്തികയിൽ ഉള്ളത്. അതിനു മുൻപ് ജോലിയിൽ കയറിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റം നേടി ലൈൻമാനായി KSEB പുനഃസംഘടനയും സ്പെഷ്യൽ റോളിന് PSCയുടെ അംഗീകാരവും വൈകുന്നതിനാലാണ് ഇത്. ശമ്പള സ്കെയിലും മാറിയേക്കും. KSEBയിലെ ഭീമമായ ശമ്പള സ്കെയിലിനെ കുറിച്ച് വ്യാപകമായ ആക്ഷേപം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സ്പെഷ്യൽ റോൾ പ്രാബല്യത്തിലായ ശേഷം ജോലിയിൽ പ്രവേശിക്കുന്നവരുടെ ശമ്പള സ്കെയിൽ കുറച്ചേക്കും. ഇതേക്കുറിച്ച് സർക്കാരുമായും യൂണിയനുകളുമായും ചർച്ച നടത്തും. ആകെ ജീവനക്കാരുടെ എണ്ണം പരമാവധി 30,321 ആയി ക്രമീകരിക്കണമെന്ന് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ നിർദ്ദേശിച്ചതിനാലാണ് ഓരോ തസ്തികയിലെയും ജീവനക്കാരുടെ എണ്ണം സംബന്ധിച്ചും തീരുമാനം എടുക്കേണ്ടതുണ്ട്. ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ.